ഫിലിം ഗാരേജിന്റെ കൽക്കി ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകളിലേക്ക് ഇവർക്കും സ്വാഗതം. അങ്ങനെ 2 ഞായറാഴ്ചകൾ പിന്നിട്ട് രണ്ടാമത്തെ തിങ്കളാഴ്ചയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണല്ലോ കൽക്കി 2898 AD. പ്രഭാസിനെ പ്രധാന റോളിൽ എത്തിച്ച നാഗശ്വിൻ സംവിധാനം ചെയ്ത അമിതാഭ് ബച്ചൻ, ദീപിക പദുക്കോൺ, കമലഹാസൻ, ദുൽഖർ സൽമാൻ, വിജയ് ദേവരകൊണ്ട, അന്നാബെൻ, ശോഭന തുടങ്ങി വലിയ താരനിരയോട് തിയേറ്ററുകളിലേക്ക് എത്തിയ കൽക്കിയുടെ ആദ്യ 11 ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ, തമിഴ്നാട് കളക്ഷൻ, ഒപ്പം തന്നെ കേരള കളക്ഷനും പുറത്തു വന്നിരിക്കുകയാണ്. ട്രാക്കേഴ്സ് ഫിഗേഴ്സും ഒപ്പം തന്നെ സിനിമയുടെ ഒഫീഷ്യൽ കളക്ഷനും ഇന്ന് പുറത്ത് വന്നിരിക്കുകയാണ്. ആദ്യമേ സിനിമയുടെ ഒഫീഷ്യൽ കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ പ്രതീക്ഷിച്ചതുപോലെ 900 കോടി രൂപയുടെ വേൾഡ് വൈഡ് ഒഫീഷ്യൽ കളക്ഷൻ പോസ്റ്റർ ഇന്ന് വൈജയന്തി ഫിലിംസ് പുറത്തുവിട്ടിരിക്കുകയാണ്. ഈ കാണുന്നതാണ് സിനിമയുടെ 900 കോടി രൂപയുടെ പോസ്റ്റർ. എപ്പിക് മഹാ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്തിരിക്കുന്ന സിനിമയായിട്ടാണ് കൽക്കി എന്ന സിനിമയുടെ നിർമ്മാതാക്കൾ തന്നെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അനിമൽ എന്ന സിനിമയ്ക്ക് ശേഷം 900 കോടി വേൾഡ് വൈഡ് കളക്ഷൻ കടക്കുന്ന പുതിയൊരു ഇന്ത്യൻ സിനിമയായിട്ടും ഇപ്പോഴത്തെ കൽക്കി മാറിയിരിക്കുകയാണ്. ഈ വർഷത്തിലെ നിലവിലെ ഏറ്റവും ഉയർന്ന വേൾഡ് വൈഡ് കളക്ഷൻ നേടിയെടുത്ത സിനിമയുടെ ഒഫീഷ്യൽ കളക്ഷൻ 900 കോടി രൂപയ്ക്ക് മുകളിലേക്ക് എത്തപ്പെട്ടെങ്കിലും ട്രാക്കേഴ്സ് പുറത്തുവിടുന്ന റിപ്പോർട്ടുകൾ പ്രകാരം 830 കോടിയിലധികം രൂപയുടെ വേൾഡ് വൈഡ് ഗ്രോസ് ആണ് സിനിമ നിലവിൽ നേടിയെടുത്തിരിക്കുന്നത്. 1-2 ദിവസങ്ങൾക്ക് മുന്നേ സിനിമയുടെ ഒഫീഷ്യൽ കളക്ഷനും ട്രാക്കേഴ്സ് പുറത്തുവിടുന്ന ഫിഗേഴ്സും തമ്മിൽ ഏകദേശം 100 കോടി രൂപയുടെ വ്യത്യാസമെല്ലാം തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോഴത് 70 കോടിയായിട്ട് കുറഞ്ഞിരിക്കുകയാണ്. ഇനി അടുത്തൊരു ഒഫീഷ്യൽ കളക്ഷൻ 1000 കോടിയുടെ പോസ്റ്ററാണ് നാം പ്രതീക്ഷിക്കുന്നത്. അതും ഈ ആഴ്ച തന്നെ വരാനുള്ള എല്ലാവിധ സാധ്യതകളുമുണ്ട്. ഇനി കേരള തമിഴ്നാട് കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ തമിഴ്നാട്ടിൽ 36 കോടി രൂപയാണ് സിനിമ 11 ദിവസങ്ങൾ കൊണ്ട് ഗ്രോസ് കളക്ഷനായിട്ട് നേടിയെടുത്തിരിക്കുന്നത്. കേരളത്തിൽ ഇന്നലെ ഞായറാഴ്ച മാത്രം 2 കോടി 39 ലക്ഷം രൂപയാണ് സിനിമയുടെ കേരള ഗ്രോസ്. അങ്ങനെ 11 ദിവസത്തെ സിനിമയുടെ കേരള ഗ്രോസ് 24 കോടിയിലേക്കും എത്തപ്പെട്ടിരിക്കുകയാണ്. കേരളത്തിലാണെങ്കിലും വേൾഡ് വൈഡ് കളക്ഷന്റെ കാര്യത്തിലാണെങ്കിലും സിനിമ നിലവിൽ സൂപ്പർ ഹിറ്റ് സ്റ്റാറ്റസ് ടാഗ് നേടിയെടുത്തിരിക്കുകയാണ്. ചിത്രത്തിന്റെ വേൾഡ് വൈഡ് തിയേറ്റർ ഷെയർ മാത്രം ഇപ്പോഴിതാ 400 കോടി പിന്നിട്ടിരിക്കുകയാണ്. അതേസമയം ചിത്രത്തിന്റെ കേരള ഷെയർ 10 കോടിയിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇപ്പോൾ പ്രേക്ഷകർ അറിയിക്കാനായിട്ടുള്ളത്. അപ്പോൾ കാത്തിരിക്കൂ കൂടുതൽ ഇതുപോലുള്ള ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ട്.